അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഡ്രിഫ്റ്റ് കാറാണ്. അത് 1/43 സ്കെയിലാണ്. അതായത് അത്യാവശ്യം ചെറിയൊരു മോഡലാണ്. നമ്മുടെ ഹോട്ട് വീൽസിനേക്കാളൊക്കെ ചിലപ്പോൾ 22 സൈസ് ഉണ്ടാവും. അത്രയുള്ള സാധനം. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചെടുത്തു. എനിക്ക് ഇതുവരെയായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് കറക്റ്റായിട്ട്. ജിയാബെയിലാണോ അതോ ജയാബെയിലാണോ എന്ത് സാധനമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് 4 മോഡലിലാണ് വരുന്നത്. ഇവിടെ ഉണ്ട് മോഡൽസ് ഏതാണെന്നുള്ളത്. ഇതിൽ ഞാൻ ഓർഡർ ചെയ്ത മോഡൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടതിന് അറിയാൻ പറ്റും. അത് ഓർഡർ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഒന്ന് ഓർത്ത് നോക്കി അറിയാൻ വേണ്ടി പറ്റും. NFS മോസ്റ്റ് വാണ്ടഡ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ആ സാധനം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ വന്നിട്ടൊന്ന് ടെസ്റ്റ് റണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഡ്രിഫ്റ്റ് കാർ എന്നാണ് പറയുന്നത്. 4 വീൽ ഡ്രൈവ് ആണ്. അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ സ്റ്റിയറിംഗും ത്രോട്ടിലൊക്കെയാണ് ഇതിന് വരുന്നത്. സെയിലിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. നമുക്ക് 2-3 ഇനിയും വരാനുണ്ട്. പ്രീ ഓർഡറിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യമേ തന്നെ എത്തിയത്. ഇത് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി കൺഫേം ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടൊന്ന് ടെസ്റ്റ് റണ്ണും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ഇവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1/43 ആണ് ചേസസ് മോഡൽ വരുന്നത് എന്നുള്ളത്. നമ്മുടെ റിമോട്ടിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ 4 വണ്ടി ഞാൻ പറഞ്ഞ പോലെ ഉള്ളത്. ഇതിൽ നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത് ഇതാണ് BMW M3 ആണ്. പിന്നെ ഒരു ഹോണി ട്രക്ക് പോലത്തെ മോഡലുണ്ട്. നമ്മുടെ പോർഷയുടെ ഇതുണ്ട്. നിസ്സാൻ R35 ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് മോഡൽ അറിയാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് തുറക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ നോക്കാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡിലേ അടുപ്പിക്കാതെ നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇവിടെ ആയിട്ടൊരു സ്റ്റിക്കർ ഉണ്ട്. അതെന്തായാലും ഞാൻ പൊളിക്കട്ടെ. ഓക്കെ, നമ്മുടെ സ്റ്റിക്കർ നല്ല അടിപൊളിയായിട്ട് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. കാര്യം നമുക്ക് റീസെയിലിനുള്ള മോഡലായതുകൊണ്ട് നമ്മൾ സ്റ്റിക്കറൊക്കെ നല്ലപോലെ പൊളിക്കാറുള്ളത്. നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി അസംബ്ലി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. അത് നമുക്ക് മാറ്റി വെക്കാം. വണ്ടി നല്ല പ്രൊട്ടക്റ്റീവ് ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഡാമേജസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. പെയിൻറ്റ് ക്വാളിറ്റി ഓക്കേഷ് ആയിട്ടുള്ളൊരു പെയിൻറ്റ് ക്വാളിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. പ്ലാസ്റ്റിക് ബോഡിയാണ്. ആ വണ്ടി കറക്റ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ BMW M3 തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പ്ലാസ്റ്റിക് ബോഡിയാണ് ഓബിയസ്ലി. അതുപോലെ തന്നെ പെയിൻറ്റ് ക്വാളിറ്റി കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. പെട്ടെന്ന് ഇങ്ങനെ അടുത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും. സ്പോയിലർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചാർജിങ് വരുന്നത്. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ചാർജിങ് വരുന്നത്. ഓൺ ഓഫ് ബട്ടൺ താഴെ ഉണ്ട്. ഓക്കെ, അത്രയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് സസ്പെൻഷൻ്റെ കേസ് തന്നെയാണെങ്കിൽ ഫ്രണ്ടിലെ 2 ടയർ ചെറിയൊരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ നമുക്ക് വരാം. ബാക്കിലൊന്നുമില്ല. ഓക്കെ, ഈ ഒരു സൈസിൽ വരുമ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഫോൺ സൈലൻസ് ആക്കാൻ മറന്നു, വീഡിയോ എടുക്കാൻ നിർത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. നമ്മുടെ റിമോട്ട് കാര്യങ്ങളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഇത് തന്നെയാണ്. സ്റ്റിയറിംഗ് കാര്യങ്ങളാണ് വരുന്നത്. ത്രോട്ടിലും അതേ പ്രൊപ്പോർഷണലായിട്ട് തന്നെ വരുന്നത്. സ്വിച്ചൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഓൺ ഓഫ് ഉള്ളത്. അതുപോലെ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ് കൺട്രോൾസ് എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് സ്റ്റിയറിംഗ് ട്രിം ഇവിടെ ആയിട്ടാണ് വരുന്നത്. കണ്ടോ, ട്രിം ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. വേറെ സംഭവങ്ങളൊന്നുമില്ല. ഓൺ ഓഫ് ബട്ടൺ ഇവിടെയാണോ അത് ഇവിടെയാണ്. ഇത് ലൈറ്റിൻ്റെ കൺട്രോൾസാണ്. ഇവിടെയായിട്ട് ഓൺ ഓഫ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് താഴെയായിട്ട് നമുക്ക് ബാറ്ററി വരുന്നത്. നമുക്ക് AAA ബാറ്ററി 4 വേണം ഇതിനകത്ത് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൺ വരുന്നുണ്ട്. 1 2 3 4 5 6 7 8 കോൺ വരുന്നുണ്ട്. വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലുതാണ്. പക്ഷേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും ഡ്രിഫ്റ്റൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ നമുക്ക് ഇത് ഉപയോഗപ്പെടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന സോഫ്റ്റ് ടയേഴ്സാണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടെയ്നർ അറിയാൻ പറ്റും. സോഫ്റ്റ് ടയേഴ്സാണ് വരുന്നത്. അത് കൂടിയിട്ട് നമുക്ക് നോർമൽ ടയേഴ്സ് ഇടാൻ വേണ്ടി പറ്റും. ഇതാണ് ഡ്രിഫ്റ്റ് ടയേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. Type-C ആണ് വരുന്നത്. ഓക്കെ, അതല്ലാതെ നമുക്ക് ഇത്തിരി ഗ്രിപ്പുള്ള ടയേഴ്സ് നമുക്ക് സ്പെയർ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബോക്സിനകത്ത് ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. 4 വീൽ ഡ്രൈവ് ആണ് ഓബിയസ്ലി. നമുക്ക് ഇതിനകത്ത് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് ചാർജ് ചെയ്യാനൊക്കെ ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ള സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഡ്രിഫ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടോ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളുണ്ട്. കാണിച്ചു തരാം. കണ്ടോ ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് ഡ്രൈവറാണ് കിടക്കുന്നത്. ഫുൾ സ്പീഡിൽ 100% കിടക്കുന്ന സ്പീഡ്. അപ്പം അതിപ്പോൾ ആദ്യം ഇതെന്തായാലും കോണിപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. ട്രെയിനിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്നതാണ്. നമ്മൾ ഓടിക്കുമ്പോൾ അതൊക്കെ തെറിച്ച് പോകും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പതുക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് ബാലൻസായി വന്ന സാധനം സെറ്റാണ്. ഒന്ന് ബാലൻസായി വന്ന സാധനം പക്കാണ്. ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഗൈറോ ഇല്ല എന്നുള്ളത് ഒരു ചെറിയൊരു കുറവ് തന്നെയാണ്. പക്ഷേ കണ്ടില്ലേ, നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ടൈലുള്ള ഹൈറ്റ് ഡിഫറൻസിലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സസ്പെൻഷൻ്റെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സൈസിൽ സസ്പെൻഷനൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ടൈലുള്ള ഡിഫറൻസൊക്കെ അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ വേണമെങ്കിൽ ടൈലൊരു വലിയൊരു ചാട്ടം തന്നെ ഉണ്ടാകും. അപ്പോൾ അതായിരുന്നു നമ്മുടെ 1/43 സ്കെയിൽ വരുന്ന ഡ്രിഫ്റ്റ് കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡ്രിഫ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കേഷായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതല്ല, നമുക്ക് 2-3 ടൈപ്പ് ബോഡികളുണ്ട്. ഒരു 3 ബോഡി ടൈപ്പും കൂടെ ഉണ്ട്. ഒരു ഹൂണി ട്രക്ക് ഉണ്ട്, ഒരു പോർഷയുടെ ഒരു GTR മോഡലറിനുണ്ട്, GT മോഡലർ ഏതോ ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിസാൻ്റെ R35 സംതിങ് എന്തോ ബോഡി വരുന്നുണ്ട്. അപ്പോൾ 2-3 മോഡലുകളുണ്ട്. ഞാനിതിപ്പോൾ ഒരു ട്രയലിന് വേണ്ടി ഇറക്കി നോക്കിയാണ്. ഇതെന്തായാലും അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ്. ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഈ വണ്ടിക്ക് ഇത്രയും വില ഉണ്ടായില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ ഇതിനകത്ത് ജൈറോയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ ഒരു യൂണിറ്റ് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റോക്ക് ഇലക്ട്രോണിക്സിൽ തന്നെ അത് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ ഇത് പിന്നെയും പ്രിഫർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സെയിലായിട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് കൂടുന്നതോറും പ്രൈസും കൂടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു മോഡൽ എടുത്ത് നോക്കിയാണ്. ഇനി ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്യാം. ഞാൻ നോക്കിയിട്ട് എന്തായാലും അപ്ഡേറ്റഡ് പ്രൈസ് പറയാം. സോ എന്തായാലും ഇത്ര ഉള്ളൂ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വരുന്നതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.